ഇസ്ലാം പാഠശാല, ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا فهو خير لكم إن كنتم تعلمون. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഉടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി അവനെ സൂക്ഷിച്ച് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സാമ്പത്തിക രംഗത്തെ കടമിടപാടുകളെ സംബന്ധിച്ച്, അഥവാ ആ മേഖലയിൽ പുലർത്തേണ്ട ഇസ്ലാമിക മര്യാദകളെക്കുറിച്ചും പാലിക്കേണ്ട ഇസ്ലാമിക അച്ചടക്കത്തെക്കുറിച്ചും ഖുർആനികമായ നിർദ്ദേശങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് കടബാധ്യതയുടെ ഗൗരവത്തെ സംബന്ധിച്ചായിരുന്നു. അഥവാ കടബാധ്യതയോടുകൂടി മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ
മരണാനന്തരം ആ ആത്മാവിന് മോക്ഷം ലഭിക്കുകയില്ല. ഇസ്ലാമിന്റെ വളരെ മൂർച്ചയുള്ള ഗൗരവമുള്ള പാഠം അത് സംബന്ധമായി നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ, അള്ളാഹുവിന് നിർവഹിക്കേണ്ട അവകാശങ്ങളിൽ വല്ല പാളിച്ചയും സംഭവിച്ചാൽ, അള്ളാഹു അവന്റെ കാരുണ്യത്താൽ അത് പുറത്തു കൊടുക്കാം. പക്ഷെ മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ, അവകാശങ്ങളിൽ, ബാധ്യതകളിൽ അത് അവർ പരസ്പരം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്, അവർക്കിടയിൽ തന്നെ അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഒരാളുടെ കടം മരണാനന്തരവും അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ഹദീസുമൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധമായി പല ഹദീസുകളും കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കുകയും ശ്രവിക്കുകയും ചെയ്തു. അതിന്റെ ഒരു തുടർച്ചയെന്നോണം കേൾക്കാത്ത ഒരു ഹദീസ് കൂടി കേൾപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. കാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബുൻ നാസ ഫദക്കറൽ ഈമാന വൽ ജിഹാദ ഫീ സബീലില്ലാഹ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗത്തിൽ ഈമാനിനെ കുറിച്ചും അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനെ കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് ആവേശം നൽകുന്ന ഒരു ഖുതുബ, ഒരു പ്രഭാഷണം പ്രവാചകൻ നടത്തുകയാണ്. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ ഫഖാമ റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് വഅന സാബിറുൻ മുഖ്ബിലുൻ ഗൈറ മുദ്ബിറിൻ കഫറല്ലാഹു അന്നി ഖത്തായായ. അള്ളാഹുവിന്റെ റസൂലേ, ദൈവമാർഗത്തിലെ ജിഹാദിനെ കുറിച്ച് താങ്കൾ ഞങ്ങളോട് പറഞ്ഞു. റസൂലേ, താങ്കൾ എന്ത് പറയുന്നു? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിനിറങ്ങുകയും സഹനം അവലംബിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാതെ ശത്രുവിനോട് ഘോരമായി പടവെട്ടുകയും എന്നിട്ട് അവസാനം ഞാൻ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുകയും ഞാൻ ഷഹീദായി രക്തസാക്ഷിയായി വീഴുകയും ചെയ്താൽ അല്ലാഹു തആല എന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരില്ലേ? റസൂൽ പറഞ്ഞു, ഖാല നഅം, തീർച്ചയായും അതെ എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ റസൂൽ വീണ്ടും ചോദിച്ചു, വ കൈഫ ഖുൽത, അല്ല നീ എന്താണ് ചോദിച്ചത്? ആ സഹാബി പറഞ്ഞു, റസൂലെ, ഞാൻ ചോദിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്താൽ, ഷഹീദായി കഴിഞ്ഞാൽ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടുമോ എന്നതിനെ കുറിച്ചാണ്. റസൂൽ അപ്പോഴും പറഞ്ഞു, നഅം, അതെ എന്ന് പറഞ്ഞു. വീണ്ടും അല്പം കഴിഞ്ഞപ്പോൾ റസൂൽ ആ സഹാബിയോട് ചോദിച്ചു, മാതാ ഖുൽത, അല്ല നീ എന്താണ് ചോദിച്ചത്? ആ സഹാബി വീണ്ടും പറഞ്ഞു, അതേ അള്ളാഹുവിന്റെ റസൂല്, ഞാൻ ചോദിച്ചത് ഞാൻ പിന്തിരിഞ്ഞോടാതെ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും എന്നിട്ട് രണാങ്കണത്തിൽ ഞാൻ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്താൽ എന്റെ പാപങ്ങൾ പുറത്തു കിട്ടുകയില്ലേ? റസൂല് പറഞ്ഞു, ബലാ, അതെ, തീർച്ചയായും, ഇല്ല ദൈൻ, കടം ഉണ്ടെങ്കിൽ ഒഴികെ. ഫഇന്ന ജിബ്രീല സാറനി ബിദാലിക, അക്കാര്യം ജിബ്രീൽ എന്നെ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയിട്ടുണ്ട് എന്ന്. തീർച്ചയായും എന്ന് പറഞ്ഞ ആ അനുചരനോട് റസൂൽ പറഞ്ഞു, നിനക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഒഴികെ അത് നിന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും. ഫഇന്ന ജിബ്രീല സാറനി ബിദാലിക, അക്കാര്യം ജിബ്രീൽ എന്നെ ഗൗരവത്തോടെ ഉണർത്തി നിങ്ങളോട് പറയുവാൻ എന്ന്. ആലോചിക്കുക നമ്മൾ. മറ്റൊരു സന്ദർഭത്തിൽ സഹാബത്തിനോടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആകാശത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്ന പ്രവാചകൻ എന്തോ ഒരു വഹീ നബിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പെട്ടെന്ന് അസ്വസ്ഥനായി തന്റെ നെറ്റിയിൽ കൈപ്പടങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നു, യാ വൈലാ, എന്തൊരാപത്താണ് റബ്ബെ ഇറങ്ങാൻ പോകുന്നത്, എന്തോ ഒരു വലിയ വിപത്ത് ഇറങ്ങാൻ പോവുകയാണല്ലോ എന്ന മട്ടിൽ പ്രവാചകൻ തന്റെ കൈപ്പടങ്ങൾ നെറ്റിയിൽ ഇങ്ങനെ തലയിൽ വെച്ചു. ഇത് കണ്ടപ്പോൾ ഞങ്ങളും അസ്വസ്ഥരായി. ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്ത് ആപത്തിനെ കുറിച്ചാണ് താങ്കൾക്ക് ഇപ്പോൾ വിവരം ലഭിച്ചത്? എന്ത് ശിക്ഷയെക്കുറിച്ചാണ്, എന്ത് അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണ് ഞങ്ങളോട് പറയാൻ ഇപ്പോൾ താങ്കൾക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത്? റസൂൽ പറഞ്ഞു, വഅന്ന റജുലൻ ഇൻ ഖുതില സുമ്മ അഹിയ സുമ്മ ഖുതില സുമ്മ അഹിയ സുമ്മ ഖുതില ഫഇൻ കാന ലഹു ദൈനുൻ മാ ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ
അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് അയാൾ വീണ്ടും ജീവിച്ചു. വീണ്ടും അയാൾ രക്തസാക്ഷിത്വം വരിച്ചു. വീണ്ടും അയാൾ ജീവിച്ചു. മൂന്നാമട്ടവും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു. എന്നിരിക്കെ ഫലഹു ദൈനുൻ, അദ്ദേഹത്തിന് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യുഖ്ലാ ബിഹി, ആ കടം നിർവഹിക്കപ്പെടുന്നത് വരെ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ അനുചരന്മാരെ ഉണർത്തിയതാണ്. അവർ ഷഹീദിന്, രക്തസാക്ഷിക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള പദവി നമുക്കറിയാം. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു രക്തസാക്ഷിക്ക് വരെ നാളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ ദുനിയാവിലെ കടബാധ്യതകൾ സ്വർഗപ്രവേശനത്തിന് തടസ്സമാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇത്തരം ബാധ്യതകൾ ഈ ലോകത്ത് ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുക? ഗൗരവത്തോടെ നാം ആലോചിക്കണം. പലരും നമ്മൾ എത്ര തന്നെ ബാധ്യത വരുത്തി വെച്ചാലും തങ്ങളുടെ മക്കളായി അത് വീട്ടിക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. മയ്യത്ത് നമസ്കാരത്തിന്റെ വേളയിൽ ചില മക്കൾ തങ്ങളത് ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കാറുണ്ട്. എങ്കിലും പലപ്പോഴും നിർവഹിക്കപ്പെടാതെ കേവലം ഒരു ഭംഗിവാക്ക് മാത്രമായി അവശേഷിക്കുന്ന കാഴ്ചയാണ് പലയിടത്തെയും അനുഭവങ്ങൾ. എന്ത് ഉറപ്പിലാണ് ഇതൊക്കെ തലമുറകളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുക? ഇല്ല എന്നല്ല. തീർച്ചയായും ഏറ്റെടുക്കുന്ന മക്കളുണ്ട്. പക്ഷേ അവർ തന്നെ അതിനേക്കാൾ വലിയ ബാധ്യതകൾ വരുത്തി വെച്ചുകൊണ്ട് തങ്ങളാൽ ഉണ്ടാക്കിയ ബാധ്യത ആദ്യം തീർക്കുവാനുള്ള പ്രയാസത്തിലായിരിക്കും അവർ. അതല്ല എങ്കിൽ തന്നെ ഒന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കുക. മയ്യത്ത് നമസ്കാരത്തിന്റെ വേളയിൽ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് അത്തരമൊരു ഏറ്റെടുക്കൽ, അത്തരമൊരു പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് മാത്രം നമ്മളൊക്കെ രക്ഷപ്പെടും, ഈ ബാധ്യതയിൽ നിന്ന് നമ്മളൊക്കെ മുക്തരാകും എന്നാണോ? അതെങ്ങനെയാണ് ശരിയാവുക? ഈ മയ്യത്ത് നമസ്കാരത്തിന്റെ വേളയിൽ നാം ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ടോ അവരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഫർള് കിഫാ, ഒരു സാമൂഹ്യ ബാധ്യത മാത്രമാണ്. എല്ലാവരും വന്ന് നിർവഹിച്ചു കൊള്ളണം എന്നില്ല. മുസ്ലിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അത് നിർവഹിച്ചാൽ എല്ലാവരും അതിൽ നിന്ന് വീടും. എന്നിരിക്കെ നാം പണം കടം കൊടുക്കാനുള്ളവരൊക്കെ എത്തിച്ചേരാത്ത ഒരു സദസ്സിൽ, നമ്മുടെ ബാധ്യതക്കാർ മുഴുവൻ എത്താത്ത അപൂർണമായ ഒരു സദസ്സിൽ വെച്ച് മാത്രം അത്തരമൊരു ബാധ്യതയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു എന്ന് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അതിൽ തന്നെ അമുസ്ലിം സഹോദരങ്ങൾ അവരുണ്ടോ ഇത് കേൾക്കാൻ? അല്ല, ഇനി അവരാണ് എങ്കിൽ ആ ബാധ്യത കൊടുക്കേണ്ടതില്ല എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്കുള്ള ബാധ്യതയാണെങ്കിൽ കൊടുത്തു വീട്ടിയില്ല എങ്കിലും പടച്ചതമ്പുരാൻ ചോദിക്കൂല എന്ന് ഏതെങ്കിലും ഖുർആനിൽ ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅ്മാ യഅ്ലുക്കും ബിഹി. കഴിഞ്ഞ ഖുത്ബയിൽ ഓതിവെച്ച സൂറത്തുൻ നിസാഇൽ 58-ാമത്തെ ആയത്ത് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്, അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിച്ച മുതലുകൾ തിരിച്ച് അതിന്റെ ആളുകൾക്ക് തന്നെ കൊടുക്കണം. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു അതിൽ വഞ്ചന പാടില്ല എന്ന്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നീതി കാണിക്കണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. സൂറത്തുൻ നിസായിലെ ഈ ആയത്ത് അവതരിക്കുന്നത് തന്നെ ഒരു അമുസ്ലിമിന്റെ കാര്യത്തിലാണ്. മക്കം ഫതഹിന്റെ വേളയിൽ അതുവരെയും കഅബയുടെ സൂക്ഷിപ്പുകാരനായിരുന്ന അബൂ ത്വൽഹ എന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ഒരു ബഹുദൈവാരാധകൻ, അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു കഅബയുടെ സൂക്ഷിപ്പ് താക്കോൽ. പ്രവാചകൻ മക്ക ജയിച്ചടക്കി കഅബയുടെ പരിസരത്തെത്തി ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് താക്കോൽ ആവശ്യപ്പെട്ടു. ഇസ്ലാമിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് മക്ക, ഇനി കഅബ ഇസ്ലാമിന്റേതാണ്. പ്രവാചകൻ അതുവരെ അത് സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് താക്കോൽ ആവശ്യപ്പെടുന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. അദ്ദേഹം അപ്പോഴും ബഹുദൈവാരാധകനാണ്, മുശ്രിക്കാണ്, കൊടുക്കാൻ മടിച്ചു. റസൂൽ പറഞ്ഞു, അബൂ ത്വൽഹ, ഉസ്മാൻ ഇബ്നു ത്വൽഹ അതിങ്ങ് തരിക. ഉസ്മാൻ ഇബ്നു ത്വൽഹക്ക് കൊടുക്കാതെ നിവൃത്തിയില്ലാതായി. കാരണം ഇപ്പോൾ പ്രവാചകന് ശക്തിയുണ്ട്. അങ്ങനെ ഉസ്മാൻ ഇബ്നു ത്വൽഹ ഒരു ഉപാധിയോടുകൂടി, താങ്കൾ ഈ താക്കോൽ തിരിച്ച് എന്നെ തന്നെ ഏൽപ്പിക്കണം എന്ന ഉപാധിയോടുകൂടി പ്രവാചകന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നു. പ്രവാചകൻ അത് ഏറ്റുവാങ്ങുന്നു.
പ്രവാചകന്റെ കയ്യിൽ അത് കിട്ടിയ ഉടനെ തന്നെ പ്രമുഖനായ സഹാബി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആ താക്കോൽ ഇനി ആ മുശ്രിക്കിന്റെ കയ്യിലേക്ക് കൊടുക്കരുത്, ഇനി അത് താങ്കൾ എന്നെ ഏൽപ്പിക്കണം, കഅബയുടെ താക്കോൽ എന്ന ആ സംഗതി എന്നെ ഏൽപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഇതോടെ അത് നേരത്തെ ഏൽപ്പിച്ച ഉസ്മാൻ ഇബ്നു ത്വൽഹയ്ക്ക് പ്രയാസമായി. നബി രണ്ടു കൂട്ടരുടെയും വാക്ക് കേട്ടു. നബി കഅബക്കകത്ത് കയറി എല്ലാം കൃത്യമായി ശുദ്ധീകരിച്ച ശേഷം വീണ്ടും കഅബ പൂട്ടി. അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു പ്രവാചകൻ തന്റെ കയ്യിലേക്കായിരിക്കും ഈ താക്കോല് തിരിച്ചു തരിക എന്ന്. ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന മുശ്രിക്ക് വിചാരിച്ചു പ്രവാചകൻ ഇനി തനിക്കത് തിരിച്ചു തരില്ല എന്ന്. ഈ സമയത്താണ് അല്ലാഹു തആല ഈ ആയത്തിറക്കിയിട്ട് നബിയോട് കൽപ്പിക്കുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ വിശ്വസിച്ച് തരാമെന്ന ഉറപ്പിൽ വാങ്ങിയ സാധനം അതിന്റെ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, നീ നീതിയോടുകൂടി നീ വിധി കൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ ആയത്തിറങ്ങുകയും എന്നിട്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് ഈ താക്കോൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, ഉസ്മാൻ, നിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ വാക്യം അവതരിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട നമ്മൾ എങ്ങനെയാണ് അമുസ്ലിങ്ങളുടെ കാര്യത്തിലൊക്കെ അത്തരമൊരു ലളിതവൽക്കരണത്തോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കുക? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കടബാധ്യതകളെ സംബന്ധിച്ച് മയ്യിത്ത് നമസ്കാരത്തിന്റെ നമ്മൾ മാത്രം കൂടുന്ന ഒരു വേദിയിൽ നമ്മുടെ മക്കളോ അവകാശികളോ ഞങ്ങളത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് നിർഭയത്വം ലഭിക്കാൻ പാടില്ല. കാരണം നാം ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളൊന്നും എല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആളുകൾ എന്ത് ചെയ്യണം? തങ്ങൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ അവരുടെ പേരുകൾ, അവർക്ക് കൊടുക്കാനുള്ള തുക, അതിന്റെ കണക്കുകൾ രേഖാമൂലം എഴുതി വെച്ചുകൊണ്ട് മക്കളെയോ അവകാശികളെയോ കാണിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം എന്നതാണ്. അതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. കാരണം ഇത് വളരെ ഗൗരവപ്പെട്ട പരലോക വിജയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഈ ലോകത്ത് നിന്ദതയും ദുഃഖവും മാത്രമല്ല, നാളെ ഖബറിലും പരലോകത്തും വരെ നമുക്ക് അസ്വസ്ഥത സമ്മാനിക്കുന്ന, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന, നമുക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന, പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു ബാധ്യതയാണത് എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ ഖുർആനും ഹദീസും അത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കടബാധ്യതയോടുകൂടി മരിക്കുന്ന മരണം ദുരന്തപൂർണമായൊരു മരണമാണ്. രക്തസാക്ഷിക്ക് പോലും അതിൽ ഇളവില്ല എന്ന് പറയപ്പെട്ടിരിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തിലൊക്കെ ഒരു നിസ്സാര മനോഭാവം പുലർത്താൻ കഴിയുക? വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നാം കാണണം. ഇത് പറയുമ്പോൾ കടബാധ്യതരോട് അവരുടെ ബാധ്യതകളെക്കുറിച്ച് ഇത്രമാത്രം മൂർച്ചയുള്ള വാക്കുകളും ഗൗരവപ്പെട്ട പാഠങ്ങളും നൽകുമ്പോൾ തന്നെ അവരോടും ഇസ്ലാം എടുത്തിട്ടുള്ള ഒരു അനുകൂല സമീപനമുണ്ട്. അവരോടുള്ള ഇസ്ലാമിന്റെ അനുകമ്പയെക്കുറിച്ചുള്ള പാഠങ്ങൾ കൂടി നാം കൂട്ടത്തിൽ പഠിക്കണം. അല്ല എങ്കിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ സന്തുലിതമായ നിലപാട് നാം മനസ്സിലാക്കപ്പെടാതെ പോകും. ഇസ്ലാം എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ശബ്ദിച്ചിട്ടുള്ള ഒരു ദർശനമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒരു മുക്തി എന്ന നിലയിൽ വായ്പ കൊടുക്കുന്നത്, കടം കൊടുക്കുന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഏറെ പുണ്യമാണ്, അത് ഏറെ ശ്രേഷ്ഠമാണ് എന്നല്ല. ദാനം കൊടുക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഒരാൾക്ക് സദക്ക കൊടുക്കുന്നതിനേക്കാൾ പുണ്യം കടം കൊടുക്കലാണ് എന്ന് വരെയുള്ള ഇസ്ലാമിന്റെ പാഠങ്ങൾ, ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കേൾക്കാത്ത ഒന്നുകൂടി പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, മാമിൻ മുസ്ലിമൻ യുക്രിലു മുസ്ലിമൻ കർലൻ മർറത്തൈനി ഇല്ലാ കാന കസദഖത്തിഹാ മർറത്തൻ ലഹു. ആരെങ്കിലും ഒരു മുസ്ലിമിന് 2 പ്രാവശ്യം കടം കൊടുത്താൽ, നിങ്ങൾ ആർക്കെങ്കിലും 2 പ്രാവശ്യം കടം കൊടുത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ 2 പ്രാവശ്യം കടം കൊടുത്തതിന്റെ പുണ്യവും കിട്ടും. അതിൽ 1 പ്രാവശ്യം കൊടുത്തു എന്നുള്ളത് ദാനധർമ്മത്തിന്റെ കൂടി പുണ്യമായിട്ട് അള്ളാഹു കൂടുതലായി അത് രേഖപ്പെടുത്തും. ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകൾ ഉള്ളവന്റെ മുമ്പിൽ ഖുർആൻ നിർത്തിവച്ചിരിക്കുന്നു. നിങ്ങൾ വായ്പ കൊടുക്കുക, കടം കൊടുക്കുക, അതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നൊക്കെ. ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ തന്നെ
പ്രതിഫലത്തെക്കുറിച്ചും പരലോകത്തെ മോചനത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചുമുള്ള ഉള്ളവനോടുള്ള ഖുർആനികവും ഹദീസിന്റെയുമൊക്കെ ഇത്തരം വാക്യങ്ങൾക്കൊപ്പം ഇത്തരം വാക്യങ്ങളിൽ പ്രചോദിതരായി അള്ളാഹുവിന്റെ പൊരുത്തവും പ്രതിഫലവും കാംക്ഷിച്ച് തങ്ങളുടെ പണം വായ്പ കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ പണം തിരിച്ചു ലഭിക്കേണ്ട, അവരുടെ ആ പണം തിരിച്ചു ലഭ്യമാക്കേണ്ട ബാധ്യതയും ഇസ്ലാമിനുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് കടബാധ്യതയെക്കുറിച്ച് അതിനേക്കാൾ ഗൗരവത്തോടുകൂടി ഇസ്ലാമിന് പറയേണ്ടി വന്നത്. അത് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും വേട്ടയാടുന്ന ഒരു പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞത്. അതേസമയം ഈ കൂട്ടത്തിൽ കടബാധിതർക്ക് അനുകൂലമായ നിലപാടും ഇസ്ലാം മുന്നോട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവരോട് അനുകമ്പയുള്ള ഒരു സമീപനവും പരിശുദ്ധ ഖുർആനും പ്രവാചകനും സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. ശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിൽ കടത്തിന്റെ ആയത്തെന്ന് പറയുന്ന ആയത്തുദ്ദൈൻ, ആ ആയത്തിന്റെ തൊട്ടുമുമ്പുള്ള 2 ആയത്തുകളിൽ ഇവരെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. അല്ലാഹു പറയുന്നു, വമൻ കാനദു ഉസ്റത്തുൻ ഫനദറത്തുൻ ഇലാ മൈസറ വഅൻ തസദ്ദഖു ഫഹുവ ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വമൻ കാനദു ഉസ്റത്തിൻ, ആരെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നവനാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില കടബാധ്യതയുള്ള ആളുകൾ കൊടുക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്നവരും പ്രയാസപ്പെടുന്നവരുമാണെങ്കിൽ, ഫനളിറത്തുൻ ഇലാ മൈസറ, അവരെ ഇട്ട് നിങ്ങൾ പീഡിപ്പിക്കരുത്, അവർക്കൊരു സാവകാശം നിങ്ങൾ കൊടുക്കണം. തങ്ങളുടെ ബാധ്യത പൂർത്തീകരിക്കാൻ ഒരു അല്പം കൂടി അവധി നിങ്ങൾ നീട്ടിക്കൊടുക്കണം. എന്നിട്ട് ഖുർആൻ പിന്നെ ഇങ്ങനെ കൂടി ചേർത്ത് വെച്ചു, വഅൻ തസദ്ദഖു ഫഹുവ ഖൈറുൻ ലക്കും. നിങ്ങളത് ദാനധർമ്മമായി പ്രഖ്യാപിച്ചാൽ, നിങ്ങളത് സദക്കയായി പരിഗണിച്ചാൽ അതായിരിക്കും കുറെ കൂടി ഉത്തമമായിട്ടുള്ളത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. എന്താണ് ഖുർആനി പറയുന്നത്? ഇത്തരം ബാധ്യതയുള്ള ആളുകൾക്ക് അങ്ങേയറ്റത്തെ ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് ഒരു അവധി കൂടി നീട്ടിക്കൊടുക്കുക. ഇനി ഒരു അവധി നീട്ടിക്കൊടുത്താലും അവർക്ക് വീട്ടാൻ അത് കഴിയില്ല എന്നൊരു അവസ്ഥയെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ സദക്കയാക്കി, നിങ്ങൾ എനിക്ക് തരാനുള്ള ബാധ്യത, ആ വായ്പ ഞാനത് നിങ്ങൾക്ക് സദക്കയായി തന്നതായിട്ട് കൂട്ടിക്കോളൂ, നിങ്ങളത് എനിക്കിന് തരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ ആശ്വാസം കൊടുത്താൽ, വഅൻ തസദ്ദഖു ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങളത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് സദക്കയാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അതാണ് കൂടുതൽ ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഉള്ളവന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഈ വിഷയത്തെ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അയുദില്ലഹു അല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു ഫൽയുയസ്സിർ മുഅസ്സിറൻ ഔ ലിയല അൻഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ വേറെ ആരുടെയും തണൽ കിട്ടാത്ത ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ തണൽ ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതവനെ സന്തോഷിപ്പിക്കും എങ്കിൽ അവൻ അറിയട്ടെ, അവനൊരു കടബാധ്യതന്റെ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കട്ടെ, അവന്റെ ബാധ്യതയിൽ നിന്ന് അവനെ ഒഴിവാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ ആശ്വാസം കൊടുക്കുകയോ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്. വന്ന അബൂ ഖത്താദ കാന ലഹു ദൈനൻ അലാ റജുലിൻ, സഹാബികളിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ബാധ്യതക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കടം കൊടുക്കാനുണ്ടായിരുന്നു, തിരിച്ചടക്കാനുണ്ടായിരുന്നു. തിരിച്ചടക്കാനുള്ള ഈ സഹാബി വകാന യഅതീഹി ഫയഖ്തബിഹു, അബൂ ഖത്താദയെ കാണുമ്പോഴൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറും. ഇവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പക്ഷെ വായ്പ വാങ്ങുകയതിനു ശേഷം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഈ കടബാധിതനായ സഹാബി മാറി നടക്കുന്നു, ഒളിഞ്ഞു നടക്കുന്നു, വഴിമാറിപ്പോകുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ദിവസം പ്രഭാതത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ കുട്ടി പുറത്തേക്ക് വന്നു. ഞാൻ അവനോട് ചോദിച്ചു, വീട്ടിൽ വാപ്പയുണ്ടോ? കുട്ടി പറഞ്ഞു, ഉണ്ട്, വാപ്പ വീട്ടിലുണ്ട്, ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഫനാദാ യാ ഫുലാൻ അഖ്രിജ് അഖ്ബർതു അന്നക ഹാഹുന.
സുഹൃത്തെ, താങ്കൾ വീട്ടിനകത്തുണ്ട് എന്ന് എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു, പുറത്തു വന്നോളൂ. അദ്ദേഹം പുറത്തു വന്നു. ഞാൻ ചോദിച്ചു, മാ യഗീബുക അന്നി, നിങ്ങളെന്തേ എന്നിൽ നിന്ന് ഇങ്ങനെ അകന്നുപോയി? നിങ്ങളെന്തേ എനിക്ക് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ മുഖം തന്നില്ല? നിങ്ങളെന്തേ എന്നിൽ നിന്ന് ഇങ്ങനെ അകലം പാലിച്ചു? അദ്ദേഹം പറഞ്ഞു, ഇന്നി മുഅസ്സിറുൻ ഫലൈസ ഇന്ദി ഷൈഉൻ, ഞാൻ അതിനും മാത്രം പ്രയാസം അനുഭവിക്കുകയായിരുന്നു. താങ്കൾക്ക് തരാനുള്ള പണം തരാൻ കഴിയാതെ, ഒരു വഴിയും കാണാതെ ഞെരുക്കം അനുഭവപ്പെട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഒരു വഴിയും എന്റെ മുന്നിലില്ല. അതുകൊണ്ടാണ് താങ്കൾക്കരികിലേക്ക് ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫബഖൈതു ഫബക അബൂ ഖത്താദ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഫഖദ് ഖാല ഫഖദ് കുൽ സമയത്തു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ നഫസ അൻ ഗരീമിഹി ഔ മഹാ അൻഹു കാന ഫീ ലിൽ അർശി യൗമൽ ഖിയാമ. ആരെങ്കിലും തന്റെ കടബാധ്യതന്, തനിക്ക് പണം തരാനുള്ള ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഇളവ് ചെയ്തു കൊടുത്താൽ, ആ ഭാരം അവന് ഇറക്കി കൊടുത്താൽ, അർശിന്റെ തണല് ഖിയാമത്ത് നാളിൽ അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സുഹൃത്തെ, താങ്കളുടെ ബാധ്യത ഞാനിതാ ഇറക്കി വച്ചിരിക്കുന്നു, താങ്കൾ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു എന്നാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. തരാൻ കഴിയാത്ത ആളുകളോടുള്ള സമീപനത്തെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഉള്ളവന്റെ ധാർമ്മിക മനസ്സാക്ഷിക്ക് വിട്ടുകൊടുക്കുകയാണ് ഖുർആൻ അവിടെ ചെയ്തത്. രണ്ടാമത് ഖുർആൻ മുന്നോട്ട് വെച്ച മറ്റൊരു പോംവഴി, സക്കാത്തിന്റെ അവകാശികളെ എണ്ണി പറഞ്ഞപ്പോൾ, സക്കാത്ത് വിതരണം ചെയ്യേണ്ട അതിന്റെ അർഹരായ ആളുകളെ കുറിച്ച് 8 വിഭാഗത്തെ എണ്ണിയപ്പോൾ അതിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കൂട്ടർ കടബാധ്യതരാണ്. വൽ ഗാരിമീന അലൈഹ, സക്കാത്തിന് അർഹരായ ഒരു വിഭാഗം. എന്താ കാരണം? അവരുടെ പരലോകത്തെ ബാധിക്കാതിരിക്കാൻ ഒരു മനുഷ്യന്റെ ശാശ്വത വിജയവുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യതയാണത്. യാചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഒരു ഘട്ടം വല്ലാതെ കടം കൊണ്ട് വലഞ്ഞ ഒരു മനുഷ്യനുള്ള ഇളവാണ്. പ്രവാചകൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കടബാധ്യതൻ യാചിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന്. അപ്പൊ സക്കാത്തിന്റെ അവകാശികളിൽ കടബാധ്യതരെ ഖുർആൻ എണ്ണിയതിന്റെ കാരണം അവരുടെ ഈ ഒരു പ്രയാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇസ്ലാമിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരവും ശേഷിയും വന്ന ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി ഒരു പ്രഖ്യാപനം നടത്തി, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി ഫമൻ തറക ദൈനൻ ഫഅലയ്യ ഖലാഉഹു. ഒരു ഇമാം എന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. ഒരു സത്യവിശ്വാസിയോട് അവനേക്കാൾ സ്നേഹമുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സത്യവിശ്വാസി കടബാധ്യതനായി മരിച്ചാൽ അവന്റെ ബാധ്യത എന്റെ കൂടി ബാധ്യതയാണ്. ഫഅലയ്യ ദൈനുഹു, അത് വീട്ടുക എന്നുള്ളത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ ഏറ്റെടുക്കുമായിരുന്നു എന്നാണ്. മഹല്ല് ഇമാമുകൾ, മഹല്ല് നേതൃത്വങ്ങൾ പ്രവാചകന്റെ ഈ പാഠം പഠിക്കണം. തങ്ങളുടെ പരിധിക്കുള്ളിൽ ഈ സമുദായത്തിലെ ആളുകൾ കടം കൊണ്ട് വലയുമ്പോൾ അതൊന്നും ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല, അതൊന്നും ഞങ്ങളുടെ അജണ്ടയിൽ കടന്നു വരേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന മഹല്ല് നേതൃത്വങ്ങൾ, അതിനൊരു സംവിധാനം കാണാത്ത ആളുകൾ, പ്രവാചകൻ അവർക്ക് മുമ്പിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അത്തരം സാധ്യതകളെ കുറിച്ചുള്ള ആരായൽ സമൂഹത്തിൽ അത്തരം വേദന അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി എന്ന നിലയിൽ നേതൃത്വത്തിന് അവരുടേതായ ഒരു ദൗത്യം നിർവഹിക്കുവാനുണ്ട് എന്നുകൂടി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ എല്ലാ വശവും പറയണം അല്ലോ, ആ നിലക്കാണ് ഈ പറയുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരവും അവനെ വേട്ടയാടുന്ന ഒരു ദുഃഖം എന്ന നിലയിൽ കടബാധ്യതയോടുകൂടി മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ മുസ്ലിം സമൂഹത്തിന് തങ്ങളുടേതായ ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും കൂടി ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ്. ഇതിന്റെ അർത്ഥം ഞങ്ങളുടെ ബാധ്യതകളൊക്കെ സമൂഹവും സമുദായവും നേതൃത്വവും ഒക്കെ ഏറ്റെടുത്തുകൊള്ളും എന്ന
വിശ്വാസത്തോടുകൂടി ജീവിച്ച് മരിക്കാം എന്നല്ല. കടബാധ്യതരുടെ കാത്ത് വിതരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി അതിന്റെ നിലപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് തരം കടബാധ്യതരുടെ ബാധ്യതകളാണ് ഏറ്റെടുക്കേണ്ടതെന്ന്. വൈൻകാനു ഫഖദ് അൻഫഖു ഫീ മഅസിയത്തില്ലാ, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതകളാണെങ്കിൽ ലാ യുഅദ്ദുഹു, അത് നിർവഹിക്കപ്പെടാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിച്ചുണ്ടാക്കിയ ബാധ്യതകൾ ഫീ മഅസിയത്തില്ലാ, അള്ളാഹുവിനോടുള്ള ധിക്കാരം, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് എന്നിട്ടുണ്ടായ ബാധ്യതകളാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ പാടില്ല. ഇല്ലാ അൻ താബു, അവർ തൗബ ചെയ്താലല്ലാതെ. അത്തരക്കാരുടെ ബാധ്യതകൾ ഏറ്റെടുക്കുവാനുള്ള ഒരു ഉപാധി അവർ പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. അവർ തൗബ ചെയ്യണം. ആഡംബരത്തിന് വേണ്ടിയും കല്യാണം പൊടിപൊടിക്കാനും ആഡംബര കാറ് വാങ്ങാനും രണ്ടാമതൊന്നുകൂടി വാങ്ങാനൊക്കെ വേണ്ടി ബാധ്യതകളൊക്കെ ഏറ്റെടുത്തിട്ട് അത്തരക്കാരുടെ ബാധ്യതകൾ ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ജീവിതത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കടബാധ്യതനായി മരിക്കേണ്ടി വന്ന ആളുകളെ കുറിച്ചാണ്. ഇനി അത്തരം ആളുകൾ പോലും പറഞ്ഞല്ലോ, അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിൽ വന്ന ബാധ്യതകളാണെങ്കിൽ പോലും അവർ തൗബ ചെയ്താൽ, അവർ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അത്തരം ബാധ്യതകൾ സക്കാത്ത് കമ്മിറ്റിക്കോ ഇമാമിനോ ഭരണാധികാരിക്കോ ഏറ്റെടുത്ത് നിർവഹിക്കാം എന്നാണ് ഇത് സംബന്ധമായി ഇസ്ലാമിന്റെ ശരീഅത്ത് മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം. വിശുദ്ധ ഖുർആനും ഇസ്ലാമിക ശരീഅത്തും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളോടും കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തിന് എന്ന് ചോദിച്ചാൽ, അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഇസ്ലാമിക ശരീഅത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്? ഈ വിഷയത്തിന്റെ ഗൗരവം ഓരോ സത്യവിശ്വാസിയെയും ബോധ്യപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് നമ്മുടെ ഒരു ധാർമ്മിക നിലവാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസിയുടെ ലക്ഷണമായി 4 ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ആയത്തുൽ മുനാഫിക്കി, കപടവിശ്വാസിയുടെ ലക്ഷണം, മൻകാന ഫീഹി അർബഉൻ, 4 ലക്ഷണങ്ങൾ ആരിലെങ്കിലും ഉണ്ടായാൽ കാന മുനാഫിക്കൻ ഖാലിസൻ, അവനൊരു തനി കപടവിശ്വാസിയായി മുനാഫിക്കായി. ഒമൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന, ഈ 4 ഏതെങ്കിലും ഒരു സ്വഭാവം അവനിൽ ഉണ്ടായാൽ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ്, അവനിൽ കാപട്യത്തിന്റെ നിഫാഖിന്റെ ഒരു ലക്ഷണം ഉണ്ടാകും. എന്നിട്ട് നബി പറഞ്ഞു, ഈ 4 ലക്ഷണം, ഒരു കപടവിശ്വാസിയുടെ 4 ലക്ഷണം. ഒന്ന്, ഇദ ഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. രണ്ടാമത് റസൂൽ പറഞ്ഞു, ഇദാ ആഹദ ഖദറ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക, പറഞ്ഞ സമയമായിട്ടും കൊടുക്കാതിരിക്കുക. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ പോയി ഒന്ന് വീണ്ടും സമീപിക്കുകയൊന്നും ചെയ്യാതെ, അവകാശപ്പെട്ട മുതൽ തിരിച്ചു ചോദിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ഔദാര്യം ചോദിക്കുന്നത് പോലെയാണ് അവരുടെ നിലപാടുകൾ. തങ്ങൾക്ക് കിട്ടാനുള്ളതാണ് ചോദിക്കുന്നത് എന്ന മറ്റ് വ്യക്തികളുടെ മനോഭാവത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ ഔദാര്യം ചോദിക്കുന്ന ഒരു മനസ്ഥിതി ആണ് ആ സമയത്ത് ഇവർക്കുള്ളത്. നമ്മളെല്ലാവരും പഠിക്കണം. പ്രവാചകൻ പറയുകയാണ്, കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ 4 ഇത് ഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, വൈദ ആഹദ ഖദറ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക, കരാർ ചെയ്താൽ അത് ലംഘിക്കുക, വൈദ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക, നുണ പറയുക, വൈദ ഖാസമ ഫജറ, തർക്കിച്ചാൽ അസഭ്യം പറയുക, ദേഷ്യം വന്നാൽ അസഭ്യം പറയുക. ഇത് 4 ഒരു കപടവിശ്വാസിയുടെ മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്നാണ്. അതേസമയം ആരാണ് മുഅ്മിൻ? ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം എന്താണ്? അമിനഹുന്നാസു ഫീ അംവാലിഹിം വ അൻഫുസിഹിം,
ജനങ്ങൾ അവരുടെ ജീവന്റെ കാര്യത്തിലും അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും വിശ്വസിച്ചവനാണ് മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തൊക്കെ വിശ്വസ്തത പുലർത്തുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇത്തരം പാഠങ്ങളായിരിക്കണം ജീവിതത്തിന്റെ ഈ പ്രയാണത്തിൽ നമ്മെ നയിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് ഉണർത്തുകയാണ്. ഈ വിഷയത്തിന്റെ എല്ലാ ഗൗരവവും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാമല്ലോ, ഈ സമുദായം ഇത്രയേറെ ഉപദേശിക്കപ്പെട്ട മറ്റൊരു ഉപദേശമില്ല, തഖ്വ കൊണ്ടുള്ള ഉപദേശം. മുസ്ലിം സമുദായത്തെ പോലെ ദൈവഭക്തി കൊണ്ട്, സൂക്ഷ്മത കൊണ്ട് ഇത്രയേറെ വസിയത്ത് ചെയ്യപ്പെടുന്ന, ഉണർത്തപ്പെടുന്ന ഒരു സമുദായം ഈ ലോകത്ത് വേറെ ഇല്ല. ഈ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് കൂടി വിധേയമാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾക്ക് ഇത് നിമിത്തമാകണം. സാമ്പത്തിക രംഗത്ത് അച്ചടക്കവും വിശുദ്ധിയുമൊക്കെ പാലിക്കുവാൻ വാഗ്ദത്ത പൂർത്തീകരണം വിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന ആ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ഈമാനികമായ നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക രംഗത്ത് വിശുദ്ധി പാലിച്ച് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. ونشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.